സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 7 വെള്ളി. മഴ തോരുമ്പോൾ മറക്കാനുള്ളതല്ല സുരക്ഷ. കേരളത്തിൽ പെരുമഴ തീർത്ത ദുരിതത്തിന്റെ ഉള്ളൊഴുക്കുകൾ ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. ഇതെഴുതുമ്പോഴും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ആയിരക്കണക്കിന് മനുഷ്യർ വെള്ളക്കെട്ടിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഓരോ വർഷവും കേരളം ഒരു പ്രകൃതി ദുരന്തത്തിനെങ്കിലും സാക്ഷ്യം വഹിക്കുന്നെന്ന യാഥാർത്ഥ്യത്തിലാണ് നാം ഉള്ളത്. 2018 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ വിപത്തിന്റെ ആഴമറിയാം. മരണസംഖ്യ ഉയർന്നാൽ മാത്രമേ ഗൗരവ ചർച്ചയ്ക്ക് ഇടയാക്കുന്നുള്ളൂ. അതും ഏറിയാൽ ഒരാഴ്ച. മഴ തോർന്നാൽ എല്ലാം മറന്ന് മലയാളികൾ പുതിയ വിഷയങ്ങൾക്ക് പിറകെ പോകും. സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രത്യേക നയം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുകയുണ്ടായി. ഓരോ വർഷവും ദുരന്തത്തിൽപ്പെട്ട് ശരാശരി 100-150 പേർ മരിക്കുകയും 2000 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു നാട് വൈകിയെങ്കിലും ഇങ്ങനെയൊരു നയത്തിലേക്കും നടപടികളിലേക്കും നീങ്ങുന്നുവെന്നത് ആശ്വാസത്തിന് വക നൽകുന്നതാണ്. അടുത്ത ദുരന്തം ഉണ്ടാകുന്നത് വരെയുള്ള പ്രഖ്യാപനമായി ഇത് മാറരുതെന്ന് മാത്രം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടമുണ്ടായവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ പദ്ധതികളും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ദുരന്തത്തിൽ നഷ്ടം നേരിട്ട സംരംഭകർക്കും വ്യാപാരികൾക്കും 12 ലക്ഷം രൂപ വരെ പലിശ ഇളവോടെ വായ്പ ലഭ്യമാക്കുന്ന ഉജ്ജീവന പദ്ധതി സ്വാഗതാർഹമാണ്. നഷ്ടപരിഹാരത്തിനൊപ്പം പുനരധിവാസത്തിനും സാമ്പത്തിക പുനരുജ്ജീവനത്തിനും പ്രാധാന്യം നൽകുന്ന സമീപനമാണ് യഥാർത്ഥ ദുരന്ത നിവാരണത്തിന്റെ ഭാഗം. എന്നാൽ ധനസഹായവും വായ്പാ പദ്ധതികളും മാത്രം മതിയാകില്ല. ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിലുപരി അവയുടെ ആഘാതം കുറയ്ക്കാൻ കഴിയുന്ന ശാസ്ത്രീയവും ജനകീയവുമായ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് കാലത്തിന്റെ ആവശ്യം. ദുരന്ത പ്രതിരോധം വികസന നയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണം. ദുരന്ത പ്രതിരോധത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യം വിലയിരുത്താനുള്ള സമയം കൂടിയാണിത്. 2018 മഹാപ്രളയത്തിൽ നിന്ന് കേരളം കാര്യമായിട്ടൊന്നും പഠിച്ചിരുന്നില്ല. 2024 വയനാട് ചുരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി 300ഓളം പേർ മരിച്ചു. ഈ വർഷം കള്ളാടിയിൽ മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായി. ഇപ്പോൾ 3 ജില്ലകളെ പിടിച്ചുലച്ചുള്ള പ്രളയമഴയും. ഓരോ ദുരന്തത്തിൽ നിന്നും ഒന്നും ഉൾക്കൊള്ളാതെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന ജനതയായി നാം മാറുകയായിരുന്നു. ആരും സുരക്ഷിതരല്ല. നമ്മുടെ സമീപത്തും ദുരന്തമുണ്ടാകാം. എന്നാൽ ഒരു വിപത്തിനെ നേരിടാനുള്ള എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മുടെ വാർഡിലുള്ളത്, പഞ്ചായത്തിലുള്ളത്, ജില്ലയിലുള്ളത്? ഇതന്വേഷിച്ചാൽ ബാക്കിയാകുക കടലോളമുള്ള ആശങ്കകളായിരിക്കും. സംസ്ഥാനത്തെ മഴയുടെ സ്ഥലകാല ലഭ്യതയുടെ അളവിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കാലാവസ്ഥാ പ്രവചനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ പ്രദേശങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ്. മഴയുടെ സ്വഭാവം പ്രാദേശികവൽക്കരിക്കപ്പെടുകയും മഴ ദിനങ്ങളുടെ ക്രമത്തിൽ ഗണ്യമായ വ്യതിയാനം സംഭവിക്കുകയും ചെയ്യുന്നു. 2026 ജൂണിൽ ലഭിക്കേണ്ട മഴയേക്കാൾ 66% ജൂലൈയിൽ 30% കുറവായിരുന്നു. 2026 ജൂണിൽ ലഭിക്കേണ്ട മഴയേക്കാൾ 66% ജൂലൈയിൽ 30% കുറവായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ ലഭിക്കേണ്ട 90.6 മില്ലിമീറ്ററിന് പകരം 226 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 140%-ലേറെ അധിക മഴ. മഴയുടെ അളവിനേക്കാൾ അതിന്റെ വിതരണ രീതിയിലുണ്ടായ ഈ മാറ്റമാണ് കേരളത്തെ കൂടുതൽ അപകട സാധ്യതയിലേക്ക് തള്ളിവിടുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കേരളം നേരിട്ട ദുരന്തങ്ങളുടെ പരമ്പര തന്നെ ഈ മുന്നറിയിപ്പിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. വർഷം തോറും ആവർത്തിക്കുന്ന ഉരുൾപൊട്ടലുകളും പ്രളയവുമൊക്കെ ചേർന്ന് സംസ്ഥാനത്തിന് ഭൂപ്രകൃതിയും കാലാവസ്ഥാ സ്വഭാവവും അടിസ്ഥാനപരമായി മാറിയിട്ടുണ്ട്. എന്നിട്ടും ദുരന്ത പ്രതിരോധത്തിൽ ആവശ്യമായ തയ്യാറെടുപ്പുകളോ ദുരന്താനന്തര പുനരധിവാസത്തിൽ സമഗ്രമായ നയമാറ്റങ്ങളോ കൈവന്നിട്ടില്ല. ഓരോ ദുരന്തവും കഴിയുമ്പോൾ അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ആദ്യം മുതൽ പണിയേണ്ട അവസ്ഥയാണ് ഇന്നും തുടരുന്നത്. ജാഗ്രതാ നിർദ്ദേശമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും പ്രളയ സമാന അതിതീവ്ര മഴ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ മാറ്റം അനിവാര്യമാണ്. ഇതിനുള്ള തുടക്കമാകട്ടെ സർക്കാർ പ്രഖ്യാപിച്ച നയങ്ങൾ. ഒരു കാലത്ത് ചുഴലിക്കാറ്റുകളുടെയും മഹാപ്രളയങ്ങളുടെയും പര്യായമായിരുന്നു ഒഡീഷ. എന്നാൽ ഇന്ന് ദുരന്ത പ്രതിരോധത്തിലും അതിജീവന സന്നദ്ധതയിലും മാതൃകയാകുന്ന സംസ്ഥാനമായി അത് മാറിയിരിക്കുന്നു. ഈ മാറ്റം യാദൃശ്ചികമല്ല. ദീർഘകാല ആസൂത്രണത്തിന്റെയും ശാസ്ത്രീയ സമീപനത്തിന്റെയും ജനകീയ പങ്കാളിത്തത്തിന്റെയും ഫലമാണ്. അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, തീരപ്രദേശങ്ങളിലാകെ സ്ഥാപിച്ച ആയിരക്കണക്കിന് ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്ക അഭയ കേന്ദ്രങ്ങൾ, സജീവമായ ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ഗ്രാമതല ദുരന്ത നിവാരണ സമിതികൾ എന്നിവ ചേർന്നാണ് അവിടുത്തെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങൾ അവരെ പകച്ചു നിർത്തുന്നില്ല, മുന്നോട്ടു പോകാൻ ആത്മവിശ്വാസം പകരുന്നു. കേരളത്തിന് വേണ്ടത് ദുരന്തം സംഭവിച്ച ശേഷമുള്ള പ്രതികരണമല്ല, ദുരന്തത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ്. ശാസ്ത്രീയ പഠനങ്ങളും കൃത്യമായ ഗവേഷണങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ മുൻനിർത്തിയ നയപരമായ തീരുമാനങ്ങളും അനിവാര്യമാണ്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും പ്രകൃതി വിഭവ സംരക്ഷണത്തിലും ദുരന്ത സന്നദ്ധതയിലും പരിശീലിപ്പിക്കണം. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്.
മുന്നിലുള്ളത് പെട്ടെന്നുള്ള ദുരന്തമാണോ പതുക്കെ നീങ്ങുന്ന മഹാനാശമാണോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലേക്കാണ് നാം നീങ്ങുന്നത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള ദീർഘവീക്ഷണ നടപടികളാണ് കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.